നിന്നോട് ആര് പറഞ്ഞ് കേസും പൊക്കി പിടിച്ചോണ്ട് കോടതിയിലോട്ട് വരാൻ? കുറച്ചുകൂടെ കാത്തിരിക്കാൻ ഞാൻ പറഞ്ഞല്ലേ? ഇത് ചതിയാ. നിങ്ങൾ എല്ലാരും കൂടി എന്നെ ചതിക്കായിരുന്നു. ഇവിടെ കിടന്ന് കൂടുതൽ ഷോ കാണിക്കാതെ മര്യാദയ്ക്ക് വയ്യാത്ത അമ്മയും വിളിച്ചോണ്ട് വീട്ടിൽ പോവാൻ നോക്ക്. എന്റെ അമ്മയെ സാറ് കണ്ടോ? നോക്ക്, സ്വന്തം മോൾ ഈ അവസ്ഥയിലായി പോയത് കണ്ട് തകർന്നിരിക്കുക. നിന്റെ അമ്മ ഇപ്പം ഈ കോടതി മുറ്റത്ത് ഇങ്ങനെ തകർന്നിരിക്കുന്നതിന്റെ കാരണം നീ തന്നെയാണ്. ഓർമ്മയില്ലാത്ത അർച്ചന കോടതി മുറിയിൽ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പറയും? അവൾക്ക് നിന്നെ ഓർമ്മയുണ്ടാവും. എത്രയും പെട്ടെന്ന് ഈ കേസ് പിൻവലിക്കുന്നതാണ് നിനക്ക് നല്ലത്. ആ, അതാണല്ലോ സാറിനും സാറിന്റെ അളിയനും ആവശ്യം, അല്ലേ സാറേ? നിങ്ങൾ രണ്ടുപേരും കൂടി മനഃപൂർവ്വം എന്റെ ജീവിതം തകർക്കുക. എന്തായാലും ഇനി ഇത് ഞാൻ പിന്നോട്ടില്ല സാറേ. ഇന്ന് അവൾ എന്നെ അറിയില്ലെന്ന് പറഞ്ഞു. പക്ഷേ എന്നും അങ്ങനെ പറയാൻ പറ്റിയെന്ന് വരില്ല സാറേ. സാറ് പറഞ്ഞില്ലേ, സാറിന്റെ അളിയന്റെ അന്തസ്, അഭിമാനം, അതെല്ലാം ഞാൻ ഈ കോടതിയിൽ പൊളിച്ചടുക്കും. ഈ കോടതി മുറിക്കുള്ളിൽ അയാൾ നാണം കെടും. എനിക്കേറ്റ അപമാനത്തിന്റെയും വേദനയുടെയും 1000 ഇരട്ടി അയാളെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും. ഭീഷണിപ്പെടുത്തണ കട റാസ്കൽ. എന്റെ ആളിനെ തൊട്ട് കളിച്ചാണ്ടല്ലോ, ഇതുവരെ നിന്നോട് കാണിച്ച ദയയും ദാക്ഷിണ്യവും ഒക്കെ ഞാനങ്ങ് മറക്കും. പിന്നെ നിന്നെ ഞാൻ ഈ ഭൂമിയിൽ വെച്ചിക്കില്ല, തീർത്തുകളയും ഞാൻ. സർ, സച്ചി വിട് സർ. എന്താ സർ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് വക്കീൽ ഇവനോട് ചോദിക്കൂ. മര്യാദയ്ക്ക് ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. വെറുതെ എന്റെ കുടുംബത്ത് കയറി ചൊറിയാമെന്നാലുണ്ടല്ലോ ഞാൻ തനി പോലീസുകാരനാവും. സച്ചിയുടെ അവസ്ഥ സാറിന് അറിയില്ലേ? എന്താ അവസ്ഥ? 10 കൊല്ലമായിട്ട് അർച്ചന എന്റെ അളിയന്റെ ഭാര്യയാണ്. മുമ്പ് അവൾ ആരുടെ ഭാര്യയായിരുന്നെന്ന് ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ നിനക്കെന്തിനാടാ അവളെ? നീ കരുതുന്ന പോലല്ല. നീ ഒരു പൊട്ടനാടാ, വെറും പൊട്ടായി. ഓർമ്മ തിരിച്ചു കിട്ടിയാലും അവള് നിന്നെ തേടി വരാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? കഴിഞ്ഞ 10 വർഷമായി അർച്ചന എന്റെ അളിയന്റെ കുഞ്ഞിന്റെ അമ്മ മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും എന്റെ അളിയന്റെ ഭാര്യയായിട്ട് തന്നെയാ ആ വീട്ടിൽ താമസിക്കുന്നത്. ഒരു ബെഡ്റൂമിൽ താമസിക്കുന്ന ഭാര്യയും ഭർത്താവാണ് എന്റെ അളിയനും അർച്ചനയും. പിന്നെ അവൾക്ക് ഇനി എങ്ങനെ നിന്റെ കൂടെ വരാൻ പറ്റൂടാ? അതുകൊണ്ട് ഈ കളി ഇവിടെ നിർത്തിക്കോ. എന്നിട്ട് അവളെങ്ങ് മറന്നേക്ക്. അവളെ ഇനി നിനക്ക് ഒരിക്കലും തിരിച്ചിട്ടില്ല. അവൾ ഇനി ജീവിതകാലം മുഴുവൻ എന്റെ അളിയന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കും. താമസിക്കാതെ അവർക്ക് വേറെ കുട്ടികളും ഉണ്ടാവും. പിന്നെ വേണോടാ നിനക്കവളെ? അതിനേക്കാളും ഭേദം നീ അങ്ങ് കെട്ടിത്തൂങ്ങി ചാവുന്ന.